ഓടി വാ. അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് കോസ്കോയിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ മെമ്പർഷിപ്പ് കാർഡ് സ്കാൻ ചെയ്ത് അകത്ത് കയറി വന്നിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, സാമൺ മേടിക്കാൻ വന്നതാണ്. ഗ്രില്ല് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് ഡിന്നറിനേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുണ്ട്. ഇവിടെ കോസ്കോയിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നും ഏത് ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പിനെ പറ്റിയിട്ടുള്ള നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടു നോക്കൂ. എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഷോപ്പ് ചെയ്യാം. ഷെല്ലോട് കൂടിയ നല്ല കക്കയുണ്ട്. നമുക്ക് നമ്മളെന്തായാലും ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ നല്ല വലിയ പ്രോൺസ് ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് തന്നെ ഉണ്ട്. അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് മാക്രൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഇംഗ്ലീഷ് മാക്രൽ, അതായത് നമ്മുടെ അയല. ഇത് ഇവിടുത്തെ അയലയാണ്. ഇതിപ്പം ഒരു 1 kg അടുപ്പിച്ചുണ്ട്. ഇത് സ്കിൻ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാൽമൺ ആണ്. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ പരുവത്തിനിരിക്കുവാണ്. സോ ഇതുണ്ട്. പിന്നെ സ്കിന്നോട് കൂടി തന്നെ വെച്ചിരിക്കുന്ന, നമ്മുടെ സ്കിൻ റിമൂവ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന ഇതും അവൈലബിൾ ആണ്. ഇത് 5 kg പോർക്കാണ്. ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ എല്ലാം ഹോൾസെയിൽ ആയിട്ട് മേടിക്കാനാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇത് പോർക്കിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ തന്നെ പോർക്കിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പീസസ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വരുന്ന സമയത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഇത് ഓർഗാനിക് ആണ്. അത് 1 kg തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വരുന്ന സമയത്ത് കുറച്ച് ഷോപ്പ് ചെയ്ത് വെച്ചാൽ എപ്പോഴും വന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എന്തിനു പറയുന്നത്, നമ്മുടെ ചക്കപ്പഴം വരെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കൂടി തന്നെ നല്ല മണം വരുന്നുണ്ട്. പേഴ്സിമൺ ഫ്രൂട്ട് ദിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി എടുത്തതാണിത്. അപ്പം ഇത് കാണിക്കുന്നതിന് മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇവിടെ നിന്ന് എല്ലാവരും വന്ന് നാട്ടിൽ പോകുന്നവരെ പാർട്ടി വീട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ബൾക്കായിട്ട് മേടിക്കാറാണ് പ്ലാൻ. ഞാൻ ഒരാളിനെ കാണിച്ചു തരുമ്പോൾ അവരെന്തോരം കുപ്പി അടുത്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി. ഇത് ജാക്ക് ഡാനിയലും 12 ഇയേഴ്സിൻ്റെ ഷിവാസും ഒക്കെ ഇവിടെ ഉണ്ട്. 21.99 ആണ്. പുറത്ത് വേറെ ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ട് തന്നെ ഇവിടെ ഉണ്ട്. മേടിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടോ, ഇതൊരു 6 ലിറ്ററിൻ്റെ ഗ്രേ ഗൂസ് ആണ്. ഇതിന് വാറ്റോട് കൂടിയിട്ടുള്ള പ്രൈസ് 278 ആണ് വരുന്നത്. ഇതെനിക്ക് താങ്ങുന്നില്ലതേ. ഇവിടെ വരുന്ന സമയത്ത് മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം നമ്മളിവിടെ 2 പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ 1199 ഇൻക്ലൂഡിങ് വാറ്റ് 14.38 കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന മീൻസ് ആൽക്കഹോളിക് ബോട്ടിലിനൊക്കെ നമ്മൾ വാറ്റോട് കൂടിയിട്ടുള്ള പ്രൈസാണ് പേ ചെയ്യേണ്ടത്. ചില ഐറ്റംസ് മാത്രമേ ഇവിടെ വാറ്റ് ഇല്ലാണ്ട് വരുന്നുള്ളൂ. അത് ഞാൻ കാണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആൽക്കഹോളിക് ഡ്രിങ്കിൻ്റെ കേസിൽ അവർ വാറ്റ് ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഇനിയിപ്പോൾ വാറ്റ് ഇല്ലാത്ത ഐറ്റംസിലാണെങ്കിൽ അവരവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നോ വാറ്റ് ഓൺ ദിസ് ഐറ്റം എന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വരുന്നില്ല. താങ്ക് യു. സോ അപ്പം ഞാൻ ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്തു. ഇവർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു നാച്ചുറൽ ടേസ്റ്റാണ്. ഭയങ്കര ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇവരുടെ പുതിയ ഐറ്റംസ് വെറുതെ എങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ എന്തായാലും ഇവിടെ വരുന്ന എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ട്രൈ ചെയ്യാനായിട്ട്. നമുക്ക് നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോസ്കോയിൽ വന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ച് പോകാം. ഇവിടെ എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈസിയാണ് ഇവിടെ വന്നിട്ട്. അത് അത്യാവശ്യം പ്രൈസും നല്ല കുറവുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇങ്ങനെ വലിയ പാക്കറ്റ് ആയിട്ട് മിക്സ് ചെയ്തൊക്കെ വരും. സ്നിക്കേഴ്സ്, ബൗണ്ടി, ഇങ്ങനെയെല്ലാം. അപ്പോൾ നാട്ടിൽ പോകുന്നവർക്ക് മസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഷ്യൂർ ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെ ആയിരിക്കും ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത് ലിക്വർ ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 64 പീസ് ഉണ്ട്. അതും ബോട്ടിലിൻ്റെ ഷേപ്പിൽ വരുന്ന ചോക്ലേറ്റ് ആണ്. എല്ലാം ലിക്വർ ഫിൽഡ് ആണ്. ഇങ്ങനെ ഓരോ ബോട്ടിൽസ് മീൻസ് റാപ്പ് ആയിട്ടിരിക്കും. ഈ റാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക, കഴിക്കുക. അതിൻ്റെ അകത്ത് നല്ല ലിക്വർ ഫിൽ ചെയ്ത അടിപൊളി ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 17.99 ആണ്.
ഏതൊരു വീഡിയോയിൽ ഞാൻ കമന്റ് കണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ കോസ്കോയിലെ എല്ലാ ബ്രാൻഡിന്റെ വേ പ്രോട്ടീൻ അങ്ങനെയുള്ള എല്ലാ പ്രോട്ടീനും അതുപോലെ തന്നെ സപ്ലിമെന്റ് ഡ്രിങ്ക്സും അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ട സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കാനുള്ള എല്ലാ ടാബ്ലറ്റ്സും ഇവിടെ ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, ഈ കുക്കറിൽ എങ്ങനെയാണ് ചോറ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത്, അതായത് കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിൽ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഒന്നിനോട് ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ആ വീഡിയോ ഇന്ന് ഫുള്ളായിട്ട് കാണിക്കാം, എങ്ങനെയാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ ചോറ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന്. നമ്മൾ കോസ്കോയിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈസി ആയിട്ടൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. കൂടുതലൊന്നുമില്ല, ചോറും പിന്നെ ഇന്ന് രാവിലെ പപ്പടവും പുട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് ചതച്ച മുളകും കുഞ്ഞുള്ളിയൊക്കെ ആയിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്ന ഒരു ഇതും ചമ്മന്തിയും പിന്നെ നല്ലൊരു ബ്രിഞ്ചോൾ ഫ്രൈയും പിന്നെ ഒരു ഓംലെറ്റും, അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാനാണ് പ്ലാൻ. രാത്രി നമ്മൾ എന്തിനാ കോസ്കോ എന്ന് പോയതെന്ന് പറഞ്ഞായിരുന്നു, സാമൺ മേടിക്കാൻ. കാരണം സാമൺ ഗ്രില്ല് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ രാത്രി ഗ്രില്ലാണ്. ഇതിന് മുന്നേ നമ്മൾ ഷോർട്സിൽ സാമൺ ഗ്രിൽ വെറുതെ കാണിച്ചിട്ടുള്ളൂ, റെസിപ്പി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് സാമൺ മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ കയ്യിലുള്ള പ്രസ്റ്റീജിന്റെ 2 കുക്കറാണ്. ഇത് 5 ലിറ്ററിന്റെ കുക്കറും പിന്നെ ഇത് 3 ലിറ്ററിന്റെ. ഇത് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ലിഡ് ക്ലോസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിനകത്താണ് ഞാൻ ചോറ് വെക്കുന്നതും ബീഫും അങ്ങനെ എല്ലാം കുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കുക്കർ എന്തെങ്കിലും പണി തന്നാലോ എന്ന് ഓർത്തിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ എക്സ്ട്രാ ആയിട്ടൊരു ഗ്യാസ്കറ്റ് മേടിച്ചു വെക്കാം. ഇത് പ്രസ്റ്റീജിന്റെ തന്നെയാണ്. ഇത് 4 ടൈപ്പ് ഓഫ് കുക്കറിൽ സ്യൂട്ട് ആവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ചോറ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം ഞാൻ അരി നന്നായി കഴുകി ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് നമ്മുടെ അടുപ്പിൽ വെക്കുക. നമുക്ക് ഇൻഡക്ഷനാണ്. പിന്നെ ഈ ഒരു കുക്കർ നമുക്ക് ഇൻഡക്ഷനിലും വെക്കാൻ പറ്റുന്നതാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. ഞാൻ പോയി അരി കഴുകിയിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒറ്റ നേരത്തേക്കേ നമ്മൾ ചോറ് കഴിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഈ മെഷറിംഗ് കപ്പിൽ നമുക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ള അരിയാണ് മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴുകിയിട്ട് വരാം. ഇങ്ങോട്ട് പോകുന്നത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഞാൻ ചോറ് വെക്കുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് നമ്മുടെ കുത്തരിയാണ്. കുത്തരി ഞാൻ നന്നായിട്ട് കഴുകി അതിന് വേണ്ട വെള്ളമായിട്ട് കുക്കറിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇൻഡക്ഷൻ ഓൺ ചെയ്ത് ഫുൾ 9ലേക്കാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കും. ലിഡ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ വിസിൽ ഇടാറില്ല. നമുക്കിവിടെ ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ പ്രഷറായി വരുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ മേളിലേക്ക് മീൻസ് ഒന്ന് റേസ് ചെയ്ത് വരും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വിസിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ താഴ്ന്നതിന് ശേഷം മാത്രമേ, അതായത് ഫുൾ പ്രഷർ പോയതിനു ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വന്നതിന് ശേഷം ഞാൻ വിസിൽ ഇടുന്നു. ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് വിസിൽ വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ ഒരു മീൻസ് ചൂടല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കണം. അതിനുശേഷം ഇതിന്റെ പ്രഷർ ഫുൾ പോയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അപ്പോൾ കാണിക്കാം. ഇവിടെ പ്രഷർ ഇൻഡിക്കേറ്റർ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ വിസിൽ ഇട്ട് കൊടുത്തു. നമുക്കിനി ഒരു വിസിൽ വരുന്നത് ആ ഒരു സമയം വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രഷർ ഇൻഡിക്കേറ്റർ, അതായത് പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിൽ വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും വന്ന് പ്രഷർ പോകേണ്ടത് പൊട്ടിത്തെറിക്കുന്നതെന്നും അതിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മൾ വിസിൽ വെക്കുന്നത്. അപ്പോൾ ഒറ്റ വിസിലേ വന്നിട്ടുള്ളൂ. ആ സമയത്തേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ചൂടില്ലാത്തൊരു സ്ഥലത്തേക്ക് കുക്കർ മാറ്റി. ഇനി ഫുൾ പ്രഷർ പോയി നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ താഴ്ന്നു വന്നതിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം.
ദേ ഇപ്പൊ ഫുൾ പ്രഷർ പോയി കഴിഞ്ഞു. നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് ഇവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ആ ഇൻഡിക്കേറ്റർ താഴേക്ക് പോയിട്ടുണ്ട്. സോ ഒരു പ്രഷറും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യാം. ദേ ലിഡ് ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് കൊണ്ട് സ്ട്രെയിൻ ചെയ്യല്ല ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്തായാലും ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ വെള്ളം കളഞ്ഞിട്ട് ഫുൾ കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കും. പിന്നെ ഒരു തവണയും കൂടി ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വെള്ളം ഇതിനകത്തേക്ക് നിറച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കും. അപ്പൊ ഇതിനകത്ത് തീരെ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. വീണ്ടും ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. ലാസ്റ്റ് നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വീണ്ടും നല്ലതായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതേ ഞാനിവിടെ വഴുതന ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ലഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കമന്റിൽ ചോദിച്ചതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അതെ കുക്കറിൽ കുക്ക് ചെയ്തെടുത്ത ചോറാണ്. ഒന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തട്ടിക്കൂട്ട് ലഞ്ചിന് ദേ നല്ലൊരു ഓംലെറ്റും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി, ദെൻ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത്, പിന്നെ പപ്പടം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പുട്ടിന്റെ കൂടെ ബാക്കി വന്ന പപ്പടം ഇങ്ങനെ കൈ കൊണ്ട് തട്ടി പൊട്ടിച്ചെടുത്ത് കടുക് പൊട്ടിച്ച് കുഞ്ഞുള്ളിയും ക്രഷ് ചില്ലിയൊക്കെ ഇട്ട് ഇതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തതാണ്. ഇത് വേറെ കറിയൊന്നും ഇല്ലാത്ത ദിവസം ഇത് വെച്ച് മാത്രം വേണമെങ്കിൽ ചോറ് കഴിക്കാം, അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ലഞ്ച് ഉണ്ടാക്കാറുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ സാമൺ എങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷുവർ ആയിട്ടും അതിന്റെ ലോങ് വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ലഞ്ചൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ദിച്ചുനെ വിളിക്കാൻ പോകണം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.